മാഡം അപ്പൊ ഇന്നത്തെ നമ്മുടെ സ്റ്റുഡന്റ് കാക്കനാടല്ലേ? കാക്കനാട് കേട്ടോ. അപ്പൊ മാഡത്തിന്റെ പേര് പറഞ്ഞ മാഡം? എലിസബത്ത്. അപ്പൊ മാഡത്തിന് നമുക്ക് 2 ദിവസം ക്ലാസ് ആയിരുന്നു കേട്ടോ. അപ്പൊ നമുക്ക് ചോദിക്കാം മാഡത്തിന്റെ ക്ലാസ്സിന്റെ എക്സ്പീരിയൻസ് എന്ന് പറഞ്ഞ മാഡം എക്സ്പീരിയൻസ് ഒക്കെ ഉണ്ടെന്ന്. എനിക്ക് ഡ്രൈവിന് തീരെ കോൺഫിഡൻസ് ഇല്ലായിരുന്നു. നമ്മുടെ ഫസ്റ്റത്തെ ലെവൽ എങ്ങനെയായിരുന്നു? ഫസ്റ്റ് ലെവൽ എനിക്ക് സ്റ്റാർട്ട് ചെയ്യാൻ തന്നെ പേടിയായിരുന്നു. പക്ഷെ എനിക്ക് ലൈസൻസ് ഉള്ള ആളാ, പക്ഷെ സ്റ്റാർട്ട് ചെയ്യാൻ തന്നെ പേടിയായിരുന്നു. അതിന്റെ കോൺഫിഡൻസ് വരെ എനിക്ക് ഈ 2 ദിവസത്തെ ക്ലാസ് കൊണ്ട് കിട്ടി. അത് മാത്രമല്ല, ഓരോ സിറ്റുവേഷനിൽ എങ്ങനെ ചിന്തിക്കണം, എങ്ങനെ ആക്ട് ചെയ്യണം, എങ്ങനെ ക്വിക്കായിട്ട് റെസ്പോണ്ട് ചെയ്യണം എന്നുള്ള മെയിൻ ആയിട്ടുള്ള ലെസൺ എനിക്ക് ഈ ക്ലാസ്സിൽ നിന്ന് ആണ് കിട്ടിയത്. അതിന്റെ കോൺഫിഡൻസും ഉണ്ട്. നമ്മള് എവിടെയൊക്കെ ഇപ്പൊ ഒറ്റയ്ക്ക് ഹാൻഡിൽ ചെയ്ത് ഏതൊക്കെ വണ്ടികൾ നമ്മളൊന്ന് സിറ്റുവേഷൻസ് ഒക്കെ ഒന്ന് ഹാൻഡിൽ ചെയ്ത് വന്ന് നമ്മളിപ്പോ ഈ വഴി പോയില്ലേ? അപ്പൊ പേടിയായിരുന്ന ആൾക്ക് ബസ്, വലിയ ടാങ്കർ ലോറി അല്ലേ, ഇതൊക്കെ ഓപ്പോസിറ്റ് വന്നു. ഒന്ന് പറഞ്ഞേ കേൾക്കട്ടെ. അവിടെയൊക്കെ എങ്ങനെ സ്ലോ ചെയ്യണം, എങ്ങനെ സൈഡ് കൊടുക്കണം, എത്ര ചെറിയ റോഡാണെങ്കിലും എങ്ങനെ വണ്ടി മെയിൻറ്റെയിൻ ചെയ്യണം, അതൊക്കെ പഠിച്ചു. കോൺഫിഡന്റ് ആയി. ഇപ്പൊ റോഡും കോൺഫിഡന്റ് ആണ്, കാറ് കാണുമ്പോഴും കോൺഫിഡന്റ് ആണ്. പേടി എന്ന് പറയുന്ന സാധനമില്ല. അപ്പൊ ഇനി എന്താ നമുക്ക് വേണ്ടത്? മെയിൻ ആയിട്ട് ഞാൻ പറഞ്ഞത് ഇനി എന്താ പ്രാക്ടീസ് ചെയ്യണം കേട്ടോ. എല്ലാ ദിവസവും പ്രാക്ടീസ് ചെയ്യണം. പിന്നെ എന്റെ ക്ലാസ് എങ്ങനെ കൂളായിരുന്നോ, ഇൻട്രസ്റ്റിംഗ് ആയിരുന്നോ ക്ലാസ്? കൂളെന്ന് പറഞ്ഞാൽ ഒത്തിരി സോഫ്റ്റ് ആയിരുന്നു. കാരണം തീരെ കൊച്ചു പിള്ളേർക്ക് പോലും മനസ്സിലാവുന്ന രീതിയിൽ നന്നായിട്ട് എത്ര മാഡത്തിന് നല്ല ക്ഷമയുണ്ട്. അത് കാരണം നല്ലപോലെ എല്ലാവർക്കും എങ്ങനെയുള്ള ആൾക്കാർക്കാണെങ്കിലും ഗ്രാസ്പ് ചെയ്യാനായിട്ട് ഭയങ്കര ഈസിയാ. എനിക്ക് ഒത്തിരി കോൺഫിഡന്റും ആണ്, നല്ലപോലെ മനസ്സിലാക്കാനും പറ്റി. കാരണം അതുപോലെ അത്രയും ഡീറ്റെയിൽ ആയിട്ട് എക്സ്പ്ലെയിൻ ചെയ്തു തരാൻ ഇതുവരെ ആരും ഉണ്ടായിട്ടില്ല. അതുകൊണ്ടാണ് അതാണ് എനിക്ക് ഏറ്റവും വലിയ കോൺഫിഡൻസ്. എല്ലാവർക്കും കഴിവുണ്ട്, അത് നമ്മള് കുറച്ച് ക്ഷമ കാണിച്ചാൽ മാത്രം മതി കേട്ടാ. അപ്പൊ താങ്ക്സ്, ഒരുപാട് താങ്ക്സ് നമ്മളെ ചൂസ് ചെയ്തതിനും എല്ലാത്തിനും. പിന്നെ നമ്മള് പറഞ്ഞ കേട്ട അനുസരിച്ച് എല്ലാം കറക്റ്റ് ആയിട്ട് ചെയ്ത് ഇല്ലേ? ഒരുപാട് പ്രാവശ്യം തെറ്റി, എന്നാലും ആള് ആ ഒരു ഇതിന് നമ്മൾ പറഞ്ഞ കേട്ട് ആള് നല്ല അടിപൊളിയായിട്ട് ചെയ്ത് എടുത്തു പോയി. ആൾക്ക് പോകാൻ ധൈര്യം ഉണ്ടായില്ല, പക്ഷെ നമ്മൾ കൊടുത്ത ധൈര്യത്തിൽ, കാരണം ആൾക്ക് ഓടിക്കാൻ അറിയുന്ന ഉറപ്പുണ്ടെങ്കിൽ നമ്മൾ കൊടുക്കുള്ളൂ ഓടിക്കാൻ. ആള് നല്ല അടിപൊളിയായിട്ട് എടുത്തു വന്ന് ഇനി മുന്നോട്ട് ധൈര്യമായിട്ട് പോവാ കേട്ടോ. ഓക്കെ, കണ്ണൊക്കെ നിറഞ്ഞ സന്തോഷം. ഓക്കെ, അപ്പൊ ധൈര്യമായിട്ട് ഇതൊക്കെ എല്ലാവരും നടക്കണ കാര്യന്നേ കേട്ടോ.